Hi everyone, this is me, Casac Benjali. പുതിയ ബിസിനസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കേസ് സ്റ്റഡിയാണ് പറയുന്നത്. ഒരു ബിസിനസ് മോഡലിന്റെ കേസ് സ്റ്റഡി. നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് മോഡൽ. നമുക്കറിയാം, പണ്ടൊക്കെ സമൂഹത്തിന്റെ നീഡ് ഫുൾഫിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിരുന്നു. കാരണം ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ഷെൽട്ടർ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഗവൺമെന്റ് ഫുൾഫിൽ ചെയ്താലേ നടക്കുമായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് പ്രൈവറ്റ് ആയിട്ട് പല രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകളും പല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സും വന്നു. ഇന്ന് കുറെ കൂടെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്കും വലിയ റോളുണ്ട്. അങ്ങനെ നീഡ് അടിസ്ഥാനത്തിൽ നീഡ് ബേസ് ചെയ്തുകൊണ്ടൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് മോഡലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് RedBus. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ തന്നെയായിരുന്നു. കോവിഡ്, ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്ത് RedBusന്റെ മാർക്കറ്റ് ഷെയറിനെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ അതൊരു വലിയ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ തന്നെയായിരുന്നു. എങ്ങനെയാണ് RedBus ഉണ്ടായത്? RedBusന്റെ രൂപീകരണത്തിന് കാരണമായത് എന്താണ്? അതാണ് ഇനി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഫനീന്ദ്ര സാമ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിൽ IT മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് IT പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് IT എക്സ്പേർട്ടുകൾ വന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് തലസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബംഗളൂരു എന്ന് പറയുന്ന ബാംഗ്ലൂർ. ഫനീന്ദ്ര സാമയ്ക്ക് ദിവാലി വരികയാണ്, നാട്ടിലേക്ക് പോകണം. നമുക്ക് കേരളക്കാർക്കുള്ള ദിവാലിയോടുള്ള അറ്റാച്ച്മെന്റ് പോലെ അല്ല നോർത്ത് ഇന്ത്യൻസിന് ദിവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. നമുക്ക് ഓണം പോലെയൊക്കെയുള്ള ആഘോഷം പോലെയാണ് ദിവാലി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. അതുകൊണ്ട് അതൊരു വീട്ടിലെത്തിയേ പറ്റൂ, അവരുടെ കുടുംബത്തിൻ്റെ കൂടെ ചേർന്നേ പറ്റൂ. അപ്പോൾ അന്ന് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും സാധാരണക്കാരായിട്ടുള്ള ബാംഗ്ലൂരിൽ നിന്നുള്ള മറ്റു നഗരങ്ങളിലുള്ള ഒരു ദിവസം കൊണ്ടൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ആളുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബസ് തന്നെ. ഫനീന്ദ്ര സാമയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ കൂടെ ദിവാലി ആഘോഷിക്കാൻ വീട്ടിലെത്തണം. ബസ് തെരഞ്ഞ് നടക്കാൻ തുടങ്ങി. എല്ലാ ട്രാവൽ ഏജൻസിൻ്റെ അടുത്ത് പോയി നോക്കി. എല്ലാ ട്രാവൽ ഏജൻസിലും ബസ് ഫുള്ളാണ്. ദിവാലിക്ക് നാട്ടിലെത്താൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അങ്ങനെ അദ്ദേഹം പല വഴി ട്രെയിനിന് ശ്രമിച്ചു നോക്കി, ഫുള്ളാണ്. ബസ് ശ്രമിച്ചു നോക്കി, ഫുള്ളാണ്. ഫ്ലൈറ്റിനും ടിക്കറ്റ് കിട്ടാനില്ല. ഒരുപാട് ബസ്സുകൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നുണ്ട്. ബാംഗ്ലൂരിൽ ഒത്തിരി ബസ്സുകൾ ദിവാലിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഒന്നിനും സീറ്റില്ല. ഈസി ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച, പക്ഷെ കിട്ടിയില്ല. വളരെ സങ്കടമായി. നാട്ടിൽ ആ ദിവാലിക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കൂടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം വളരെ വിഷമിച്ചിട്ടാണ് ചിന്തിച്ച് എത്ര ബസ് ഫുള്ളാവാതെ പോകുന്നുണ്ടാവും, എത്ര ബസ്സിനകത്ത് സീറ്റ് കാലി ഉണ്ടാകും. പക്ഷെ എന്നിട്ടും എനിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എത്ര സീറ്റ് കാലി ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ട്രാവൽ ഏജൻസിൻ്റെ അടുത്തുനിന്ന് വളരെ കുറച്ച് ട്രാവൽ ഏജൻസിൻ്റെ അടുത്ത് എനിക്ക് പോകാൻ പറ്റുന്നിടത്തോളം അവരുടെ കയ്യിൽ ടിക്കറ്റ് ഫില്ലായി വിറ്റുപോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എത്താൻ പറ്റാതായത് എത്രമാത്രം സീറ്റ് അവൈലബിൾ ആണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതിനെങ്ങനെയാണ് ഒരു പരിഹാരം? അവിടെയാണ് IT പ്രൊഫഷണലായ ഫനീന്ദ്ര സാമ എല്ലാ ബസ്സുകളുടെയും സീറ്റ് നിലവാരം അറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാണ്. IT പ്രൊഫഷണൽ അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തു. കാരണം ലൈവായിട്ട് തന്നെ ഓരോരുത്തർക്കും ബസ്സിന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഏജന്റുമാരുടെ അടുത്തേക്ക് അതിനെ പ്രസന്റ് ചെയ്യാൻ ചെല്ലുകയാണ്. ബസ് ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റുമാരുടെ അടുത്തേക്ക് ഇതാ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ടിക്കറ്റ് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കസ്റ്റമർക്ക് എത്രമാത്രം സീറ്റ് ബാക്കിയുണ്ട് എന്നത് അറിയാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഏജന്റുമാരുടെ അടുത്ത് ചെന്നു. ബിസിനസ് മോഡൽ വിജയിച്ചില്ല. കാരണം അദ്ദേഹം ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഏജന്റിന്റെ പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെ സെല് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. മിക്ക ഏജന്റുമാർക്കും അവർ കിട്ടുന്ന ബസ് ടിക്കറ്റ് വിൽക്കാൻ പറ്റുന്നുണ്ട്. പല സ്ഥലത്തേക്കുള്ള ടിക്കറ്റുകൾ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തേക്കുള്ള ബസ്സിനെ അവർ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അഡീഷണൽ ആയിട്ടൊരു കോസ്റ്റ് എലമെന്റും ഒരു സർവീസ് ഒരാളെയും വെച്ചുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ നിലവിലുള്ള ബസ് അല്ലെങ്കിൽ നിലവിലുള്ള ടിക്കറ്റ് വിറ്റിട്ട് അവർക്ക് നല്ല റവന്യൂ കിട്ടുന്ന സാഹചര്യമുണ്ട്. നല്ല രീതിയിൽ റവന്യൂ കിട്ടുന്ന സാഹചര്യം ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അത്യാവശ്യം അവർക്കുണ്ടായിരുന്നില്ല. കാരണം പലപ്പോഴും പല ഏജന്റുമാരും ക്വാളിഫൈഡ് അല്ല, എഡ്യൂക്കേറ്റഡ് അല്ല, അവരുടെ കയ്യിൽ നല്ല ഫെസിലിറ്റി ഉണ്ടാവില്ല. അപ്പം ഈ പറയുന്ന ഫനീന്ദ്ര സാമ എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുവന്ന പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം IT അറിയാവുന്ന, കമ്പ്യൂട്ടർ അറിയാവുന്ന, ഇതിനകത്തേക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ശമ്പളം കൊടുത്ത് നിർത്തണം. ഒന്നാമത്തെ റിസ്ക്. രണ്ടാമത്തത് ഓഫീസ് അതിനനുസരിച്ചുള്ള സെറ്റപ്പ് ഒരുക്കണം. ഒരു മിനിമം ഫെസിലിറ്റി ഉള്ള ഓഫീസാക്കി മാറ്റണം. മൂന്നാമത് ഇതിന് വേണ്ടിയിട്ട് കോസ്റ്റ് കമ്പ്യൂട്ടർ എല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഏജന്റുമാർ ഒന്നടങ്കം ഇതിനെതിർത്തു. നടക്കില്ല,
പൊളിഞ്ഞു, പണി പാളി. അപ്പോഴാണ് അദ്ദേഹം വിചാരിച്ചത് എങ്ങനെയാണ് കസ്റ്റമർ സെൻട്രിക് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുക. കസ്റ്റമറുടെ കയ്യിൽ ഇത്രയും ഡാറ്റ ഉണ്ട്, ഇത്രയും ടിക്കറ്റ് ഉണ്ട് എന്ന് കറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കായിരിക്കുമല്ലോ ഇത് ബെനിഫിറ്റ്. അങ്ങനെ കസ്റ്റമർ സെൻട്രിക് ആയിട്ട് കസ്റ്റമറുടെ പെർസ്പെക്റ്റീവിൽ ഈ പനീന്ദ്ര സാമ ഈ പ്ലാറ്റ്ഫോമിനെ ബിൽഡ് ചെയ്തു. എന്നിട്ട് അതിനെ കൂടുതൽ എന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തു. കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾ വരിക എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ മൗത്ത് പബ്ലിസിറ്റിയുടെ മറ്റ് അഡ്വർടൈസ്മെന്റിലൂടെയും അദ്ദേഹം എന്ത് ചെയ്തു, കസ്റ്റമറിലേക്ക് എത്തിച്ചു. കോളുകൾ വരാൻ അദ്ദേഹം ഒരു ഓഫീസ് സെറ്റ് ചെയ്തു. ഏജന്റുമാരുടെ ഡാറ്റ കളക്ട് ചെയ്തു. ഏജന്റുമാരുമായിട്ട് നിരന്തരമായിട്ട് ഏജന്റുമാരുമായിട്ട് ഒരു ഡാറ്റ ബാങ്ക് സെറ്റ് ചെയ്തിട്ട് കസ്റ്റമർ പ്ലാറ്റ്ഫോമിലൂടെ എൻക്വയറി ജനറേറ്റ് ചെയ്യുന്നു. കസ്റ്റമറുടെ ഡാറ്റ കിട്ടുന്നു. ഇവിടെ നിന്ന് ഇവർ ടെലിഫോൺ ചെയ്യുന്നു. ഓരോ ഏജന്റുമാർക്കും വിളിച്ചിട്ട് ആരുടെ കയ്യിലുള്ള ടിക്കറ്റ് ഉള്ളത് കസ്റ്റമർക്ക് അത് ബുക്ക് ചെയ്ത് കൊടുക്കുന്നു, കിട്ടുന്നു. കസ്റ്റമർ ഹാപ്പിയാണ്. കാരണം കസ്റ്റമറുടെ കയ്യിൽ ഇവരുടെ ഇത്രയും ഡാറ്റ ഏജന്റുമാരുടെ ഉള്ളതുകൊണ്ട് തന്നെ ആരുടെ കയ്യിലാണോ ടിക്കറ്റ് അവൈലബിലിറ്റി ഉള്ളത് അത് നോക്കിയിട്ട് കസ്റ്റമർക്ക് കിട്ടുകയും കസ്റ്റമർക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി എന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ബിസിനസ് നല്ല രീതിയിൽ പോയി, സ്റ്റാഫൊക്കെ കൂടി ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങി. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ അടുത്തേക്ക് ഫണ്ടിങ്ങിന് ചെന്നു. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് ഫണ്ടിങ്ങിലേക്ക് ചെന്നു. പക്ഷെ ഫണ്ടിങ്ങിന് ചെന്നപ്പോഴാണ് VC അതിനെ റിജക്ട് ചെയ്തത്. കാരണം ഈ ബിസിനസ് മോഡലിനകത്ത് എൻക്വയറി ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും സ്കെയിലബിലിറ്റി ഇല്ലാത്തതാണ്. കാരണം മാനുവൽ ആയിട്ട് ചെയ്യണം. സ്കെയിലബിലിറ്റി ഇല്ല. കാരണം എത്രമാത്രം സ്കെയിലുണ്ട് അതിനനുസരിച്ച് സ്റ്റാഫിനെ കൊണ്ടുവരണം, അതിനനുസരിച്ച് മറ്റു റിസോഴ്സുകൾ കൊണ്ടുവരണം, ഏജൻസിന്റെ ഡാറ്റ കളക്ട് ചെയ്യണം, അവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് മാത്രമേ ഈ പറയുന്ന രീതിയിലേക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ സ്കെയിലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ VC ഫണ്ട് നിഷേധിച്ചു. ഇതിന് ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട് വരും, നോക്കാം എന്ന് പറഞ്ഞിട്ട് വിട്ടു. വീണ്ടും പനീന്ദ്ര സാമ എന്ന് പറയുന്ന വ്യക്തി താൻ ഡെവലപ്പ് ചെയ്ത പ്ലാറ്റ്ഫോമിനകത്ത് വർക്ക് ചെയ്തു. ഇവിടെ കസ്റ്റമറും ഏജന്റിനെ അങ്ങ് ചിത്രത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് ആരൊക്കെയാണ് സർവീസ് വേണ്ടത്? കസ്റ്റമർക്കാണ് വേണ്ടത്. ആരാണ് സർവീസ് കൊടുക്കേണ്ടത്? ഓണറാണ്. അതായത് ഓണർ എന്ന് പറഞ്ഞാൽ ബസ് ഉടമയാണ്. ബസ് ഓണേഴ്സ് ആണ് കൊടുക്കുന്നത്. വാങ്ങുന്നത് ആരാണ്? കസ്റ്റമറാണ്. ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മിസ്സിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് വളരെ വലിയ രീതിയിലേക്ക് വളരുമെന്ന് പനീന്ദ്ര സാമ മനസ്സിലാക്കി. പ്ലാറ്റ്ഫോമിനെ റീസ്ട്രക്ചർ ചെയ്തു. ബസ് ഓണേഴ്സിന് നേരിട്ട് കണ്ട് പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് കാണിച്ചു. ഇതാണ് നിങ്ങളുടെ ബെനിഫിറ്റ്. അപ്പൊ ഇവിടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബസ് ഓണറെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരിടുന്ന ഏറ്റവും വലിയ പെയിൻ, ഇത്രയൊക്കെ ഏജന്റുമാർക്ക് ടിക്കറ്റ് കൊടുത്തിട്ടും 10 to 20% സീറ്റ് കാലിയായിട്ടാണ് പലപ്പോഴും പോകുന്നത്. അതിന്റെ പ്രോഫിറ്റ് ഇവർക്ക് കിട്ടുന്നില്ല. മാത്രമല്ല ഹ്യൂജ് കമ്മീഷൻ അവരടിക്കുമ്പോൾ പോലും ഓണർക്ക് അതിന്റെ വലിയൊരു പെർസെൻറ്റേജ് കിട്ടുന്നില്ല, നഷ്ടം സംഭവിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാം. ഡയറക്റ്റ് പെയിൻ സംഭവിക്കുന്നത് ഓണർക്കാണ്. രണ്ടാമത്തത് ബസ് ഓണേഴ്സിന്റെ കയ്യിൽ പലപ്പോഴും ആവശ്യത്തിനുള്ള സൗകര്യങ്ങളും നല്ല രീതിയിലുണ്ട്. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് അതിന്റെ 20% റവന്യൂ കൂട്ടാൻ അല്ലെങ്കിൽ 20% 30% റവന്യൂ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000-50,000 ചെലവാക്കാൻ അവർക്ക് മടിയില്ല. ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ച് ഒരാൾക്ക് ശമ്പളം കൊടുക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഇത് മനോഹരമായിട്ട് പനീന്ദ്ര സാമ ഓരോ ഓണേഴ്സിനെയും കൺവിൻസ് ചെയ്തു. പ്ലാറ്റ്ഫോം റീസ്ട്രക്ചർ ചെയ്തു. ഓണേഴ്സ് ഡയറക്റ്റ് ആയിട്ട് എത്ര സീറ്റ് ബുക്ക് ചെയ്യുന്നു ലൈവ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഓരോ ഓണേഴ്സിന്റെ കയ്യിലും കറക്റ്റായിട്ട് കൊണ്ടുവന്ന് കൊടുത്തോടുകൂടി ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറയുന്ന ഓൺലൈനിലൂടെ ഓട്ടോമാറ്റ് ചെയ്യുകയും ലൈവ് ട്രാക്കിങ്ങിലൂടെ ബുക്കിംഗ് വരികയും ചെയ്തപ്പോൾ ഏജന്റുമാരിൽ നിന്ന് ആളുകൾ പോവുകയും ലൈവായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരികയും ചെയ്തപ്പോൾ ഏജന്റുമാർക്ക് അപ്പോഴാണ് ബോധ്യമായത് പ്രശ്നം അടി കിട്ടിയിട്ടുണ്ട്. ഏജന്റുമാർ പ്രശ്നമാക്കി, ഓണേഴ്സിന്റെ അടുത്ത് പ്രശ്നമാക്കി. അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏജന്റുമാർക്കും കൂടെ അതിനകത്തേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ പ്ലാറ്റ്ഫോമിനെ അപ്ഡേറ്റ് ചെയ്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന RedBus എന്ന് പറയുന്നത്. അതൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി ഒരാളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് മോഡലാണ്. വളരെ സക്സസ്ഫുൾ ആയി രാജ്യത്തിന്റെ പുറത്തും പല രാജ്യങ്ങളും RedBus എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റി. കാരണം ആർക്കാണെങ്കിലും അവരെ നീഡ് ഐഡന്റിഫൈ ചെയ്യാൻ, ആർക്കാണെങ്കിലും ബസ് യാത്ര ചെയ്യുന്നതിന്റെ സമയത്തനുസരിച്ചിട്ട് വളരെ ഈസി ആൻഡ് കൺവീനിയന്റ് ആയിട്ട് പ്രൈസ് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ആരുടെയും സഹായമില്ലാതെ മൊബൈൽ ഫോണിലൂടെ ആ നീഡ് അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ബിസിനസ് മോഡലിൽ സെറ്റ് ചെയ്തു. അതാണ് RedBus. ഇത് നമുക്ക് നൽകുന്ന പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് ഏറ്റവും നല്ല ബിസിനസ്, എന്താണ് നല്ല ബിസിനസ് ഐഡിയ, ഏത് പ്രോഡക്റ്റ് വിറ്റാലാണ് കൂടുതൽ കാശ് കിട്ടുക? അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാ ബിസിനസ്സും കസ്റ്റമറുടെ നീഡ് ഫുൾഫില്ല് ചെയ്യുന്നതാണെങ്കിൽ, കസ്റ്റമറുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണെങ്കിൽ അത്
എല്ലായിടത്തും സക്സസ്ഫുൾ തന്നെയാണ്. ഇപ്പോൾ കൊച്ചിക്കകത്തുള്ള കസ്റ്റമറുടെ നീഡല്ല, കസ്റ്റമറുടെ പ്രോബ്ലം അല്ല കാലിക്കറ്റിൽ ഉണ്ടാവുക. ഒരു റൂറൽ ഏരിയയിലുള്ള കസ്റ്റമർ പ്രോബ്ലം അല്ല ഒരു അർബൻ ഏരിയയിൽ ഉണ്ടാകുക. ഇന്ത്യയിലുള്ള പ്രോബ്ലം ആയിരിക്കില്ല അമേരിക്കയിൽ ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുമാണ് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം, തൻ്റെ ചുറ്റുമാണ് താൻ അവസരങ്ങൾ കണ്ടെത്തേണ്ടത്. താൻ അനുഭവിക്കുന്ന, തൻ്റെ കൂടെയുള്ളവർ അനുഭവിക്കുന്ന, തൻ്റെ സർക്കിളിലുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന രീതിയിലാണ് ഓരോ ബിസിനസ്സുകളും ഇന്നോവേറ്റീവായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് സൂമിൻ്റെ കേസ് അറിയാം. സൂം തൻ്റെ കാമുകയുമായിട്ട് പ്രൈവറ്റായിട്ട് സംസാരിക്കാനുള്ള ഒരു വീഡിയോ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വീഡിയോ ആപ്ലിക്കേഷൻ എന്നതിൽ നിന്നാണ് സൂം രൂപപ്പെടുന്നത്. ഇന്ന് ലോകത്തിലെ ലക്ഷക്കണക്കിന്, ഞാനടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കുള്ള സൊല്യൂഷനാണ് സൂം. അപ്പോൾ ഒരു ഓൺട്രപ്രണർക്ക് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം, നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നവും അതൊരു വലിയ മാസൂടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് കണ്ടെത്തി അതിൻ്റെ സ്കെയിലബിലിറ്റി നോക്കി അതിനെ ഒരു വലിയ രീതിയിലേക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടെക്നോളജി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിലൂടെയും ബിസിനസ്സിലൂടെയും ഫോർച്യൂൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബിസിനസ് അറിവുകളിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ 100 ഇരട്ടി ഗ്രോത്തിലേക്ക് ഈ വരുന്ന വർഷം തന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡിസംബർ 31 വരെ നീണ്ടു നിൽക്കുന്ന മോർണിംഗ് മെൻറ്ററിംഗ് പ്രോഗ്രാം ഓൺലൈനിലൂടെ സൂമിലൂടെ എല്ലാ ദിവസവും 4:30 മുതൽ 5:30 വരെ ബെഞ്ചാലി അക്കാഡമിയുടെ കൂടി ഞാൻ നേരിട്ട് നടത്തുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 100 കണക്കിന് ബിസിനസ്സുകാരുടെ കൂടെ ഇരുന്നുകൊണ്ട് അവരുടെ ബിസിനസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ മെഡിറ്റേഷനിലൂടെ, ബിസിനസ് ലെസണിലൂടെ ബിസിനസിന്റെ കോമ്പറ്റൻസി കൂട്ടാനും നിങ്ങളുടെ ബിസിനസ്സിനെ വലിയ ഉയരത്തിലേക്ക് എത്താനും സഹായിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള മോഡ്യൂളുകളായി സെയിൽസ്, മാർക്കറ്റിംഗ്, HR, ഇന്നോവേഷൻ, ടെക്നോളജി തുടങ്ങിയ ബിസിനസ്സിന് ഉയർത്താൻ വേണ്ട എല്ലാ കാര്യത്തെക്കുറിച്ചും ഡെയിലി 1 മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്ത് ബിസിനസിന്റെ അറിവിനെ സ്ട്രെങ്തൻ ചെയ്ത് 100 ഇരട്ടി ഗ്രോത്തിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഉയർത്താൻ കഴിയും, കൊണ്ടുപോകാൻ കഴിയും. അതിന് സഹായിക്കുന്ന കോഴ്സാണ് 10x ട്രാൻസ്ഫോർമേഷൻ ഡെയിലി മോർണിംഗ് മെന്ററിംഗ് പ്രോഗ്രാം. ഇത് ഒരു ദിവസം ഉള്ള പ്രോഗ്രാം അല്ല. ഈ വരുന്ന ഡിസംബർ 31 വരെ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾക്ക് സൂമിലൂടെ അറ്റൻഡ് ചെയ്യും. ലൈവ് ആയിട്ടുള്ള സെഷനാണ്. GCCയിലുള്ള ആളാണെങ്കിൽ UAE സമയം 5:30 മുതൽ 6:30 വരെ നീണ്ടു നിൽക്കുന്ന GCC ബാച്ചിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി അതല്ല, ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പ്രയാസമുണ്ട്, നിങ്ങൾ വേറെ ക്ലോക്കിലാണെങ്കിലും ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പുകളിലും ലൈവ് ഇന്ററാക്ഷനിലും ഒക്കെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള വേർഷനും അറ്റൻഡ് ചെയ്യും. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി, ഞങ്ങളുടെ LMS സിസ്റ്റം വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സ് ഡെയിലി അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ അറിവിലൂടെ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ കൂടുതൽ ഇൻസ്പയറിംഗ് ആക്കിക്കൊണ്ട്, ഹൈലി എനർജി ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ 100 ഇരട്ടി ഗ്രോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം 10x ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ബിസിനസ് മെന്ററിംഗ് പ്രോഗ്രാമിലേക്ക്. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, വാട്സപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അതും കോഴ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസും കൂടെ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മതി എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതെന്നുകൊണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ കസാക് ബെഞ്ചാലി, ബിസിനസ് കോച്ച് ആൻഡ് സക്സസ് സ്ട്രാറ്റജിസ്റ്റ്. നമ്മുടെ ഓരോരോ ഘട്ടത്തിലും നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, മെഡിറ്റേഷൻ, അഫർമേഷൻ, ഈ വക കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ്സിന് വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. ചാരിതാർത്ഥ്യത്തോടുകൂടി പറയട്ടെ, നല്ലൊരു പ്രോഗ്രാമാണ്. നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാവിധ പിന്തുണയും ബെഞ്ചാലി അക്കാഡമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലും ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം, അതായത് കഴിഞ്ഞ 1-ാം തീയതി 4 മണിക്ക് എണീക്കുന്നത് മുതൽ എൻ്റെ ജീവിതം ആ ഒരു രീതിയിൽ, എൻ്റെ ബിസിനസ് ആണെങ്കിലും ഫാമിലി ലൈഫ് ആണെങ്കിലും എല്ലാ രീതിയിലും എനിക്ക് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഇന്നും നമ്മൾ ഓരോ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം നമ്മൾ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത പല ബിസിനസ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് മുൻകാല ഒരു 6-7 മാസം മുന്നേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ ബിസിനസ്സുകൾ നമ്മൾ എത്തിപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ബിസിനസ്സുകളുടെ ഡിസ്കഷൻ വരെ നമ്മുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ ഇതൊരു ഒരു മാജിക് ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കമ്പനികൾക്കും ഒരുപാട് നേട്ടങ്ങൾ അതിനെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കമ്പനിയിലുള്ള 3 പേരെ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ കമ്പനിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നസീർ ഭായ്, ആഷിഖ് ഭായ്, ഹക്കീം. കാരണം എത്രത്തോളം ഈ ക്ലാസ് കേട്ടാൽ കമ്പനിക്കും സ്വന്തം ജീവിതത്തിനും മാറ്റം വരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് അവരെ ഞാൻ കമ്പനിയുടെ ചെലവിൽ ഈ കോഴ്സിൽ ചേർത്തിട്ടുള്ളത്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ്.
പിന്നെ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. നമ്മൾ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് രാവിലെ എണീക്കുക എന്നത് തന്നെയായിരുന്നു. മോർണിംഗിൽ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ നമ്മുടെ ഫിസിക്കൽ പ്രോഗ്രാംസും ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ഇഷ്ടം പോലെ സമയമാണ് ഇതിലേക്ക്. പിന്നെ അതിനുശേഷം സ്വഭാവത്തിലാണെങ്കിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ദേഷ്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, ഇപ്പോൾ ദേഷ്യവും അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഫാമിലിയായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റായി. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഈ ഒരു ട്രെയിനിങ്ങിൽ വന്നതിന് ശേഷമാണ് നമുക്ക് അറിയാത്തതായിട്ടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്ന് മനസ്സിലായിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലുള്ളൊരു അവസരം കിട്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ദൈവം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഇത്രയും വലിയൊരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്.